ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി അവരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അതിമനോഹരമായ സ്നേഹഭവനത്തിന്റെ സൈറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. നാളെ വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ താക്കോൽദാനം നിർവഹിക്കുകയാണ്. 52 വീടുകളുടെ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ ആദരണീയയായ വയനാടിന്റെ പ്രിയപ്പെട്ട MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ തദവസരത്തിൽ സന്നിഹിതരായി ഇതിന് ആശംസകൾ അർപ്പിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഭവനമാണ് തയ്യാറായിട്ടുള്ളത്. സോയിൽ ടെസ്റ്റിംഗും ആധുനിക പഠനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതായ മനോഹരമായ കെട്ടിടം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി മാറുകയാണ്. 1100ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിൽ 8 സെന്റ് ഭൂമിയിൽ ജീവിതം പടുത്തുയർത്താൻ ദുരന്തബാധിതരായ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. തീർച്ചയായും ഈ പദ്ധതി പ്രദേശം നമ്മളൊന്ന് കാണേണ്ടതാണ്. മനോഹരമായിട്ടുള്ള കിണറും അതിമനോഹരമായിട്ടുള്ള ടാങ്കും അമ്യൂണിറ്റീസിനുള്ളതായിരിക്കുന്ന ഏരിയയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം അതിന്റെ പൂർണ്ണതയിലേക്ക് കൈവന്നിരിക്കുകയാണ്. ഈ പ്രദേശം അകന്നുപോയ നമ്മിൽ നിന്നും അകന്നുപോയ ആളുകൾക്കുള്ള അശ്രുപൂജ അർപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന ഏറ്റവും ബൃഹത്തായ സ്വപ്ന പദ്ധതിയാണ്. പുനരധിവാസ പ്രവർത്തനം എന്നുള്ളത് കേവലം വാക്കുകളിലല്ല, പ്രവർത്തനത്തിൽ സമ്പൂർണ്ണ നിർമ്മിതിയിൽ അവരെ ചേർത്ത് നിർത്തി പ്രാവർത്തികമാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മം ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി നിർവഹിച്ചു. ആ പദ്ധതി 6 മാസത്തിനകം ആദ്യത്തെ ഫേസ് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, വിമർശനമോ മറ്റുള്ള കാര്യങ്ങളോ അല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ചേർത്ത് നിർത്തൽ, ദുരന്തബാധിതരെ അവരെ കൈപിടിച്ചുയർത്തൽ എത്രത്തോളം എന്നത് ഈ പദ്ധതി പ്രദേശത്ത് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ദുരന്തം ബാധിച്ചതായ മേഖലയിൽ ഒരു നയാ പൈസയും ഉടുതുണിക്ക് മറുതുണിയുമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമുടിയപ്പോൾ അവരുടെ കയ്യിലേക്ക് ആദ്യത്തെ പണം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഫുഡ് കിറ്റ് ഉൾപ്പെടെ അവർക്കുള്ള പൂക്കോയത്തങ്ങൾ ഹോസ്പൈസിലൂടെ അവർക്കുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ ഉൾപ്പെടെ ഒരു ജനതയെ എങ്ങനെ ചേർത്ത് നിർത്തണം, ആ പദ്ധതികൾക്ക് മുഴുവൻ സ്നേഹരൂപത്തിലുള്ളതായിരിക്കുന്ന കരസ്പർശം നീട്ടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വപ്ന പദ്ധതിയായ 105 ഭവനങ്ങളിൽ 52 ഭവനങ്ങൾ നാളെ കൈമാറുകയാണ്. ഈ പദ്ധതി പ്രദേശം ഇന്നൊരു സ്നേഹത്തിന്റെ നിറകുടമായിട്ടുള്ള പദ്ധതി പ്രദേശമായി രൂപം പ്രാപിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഇവിടെയുള്ളവരെ സ്വീകരിക്കുക.